നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പിനുടമ, മനുഷ്യന്റെ പണത്തിനോടുള്ള ആർത്തിയെ ചൂഷണം ചെയ്തവർ. അങ്ങനെ ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് പുറത്തറിയുമ്പോൾ തട്ടിപ്പ് നടത്തിയവർക്ക് വിശേഷണങ്ങൾ ഏറെയാണ്. ഹൈറിച്ച് മണി ചെയിൻ തട്ടിപ്പിലൂടെ 1693 കോടി രൂപ തട്ടിയെടുത്തെന്ന കേസിലെ പ്രതികളായ ഹൈറിച്ച് കമ്പനി ഉടമയായ KD പ്രതാപനും ഭാര്യ ശ്രീന എന്നിവർ സ്ഥിരം സാമ്പത്തിക കുറ്റവാളികളാണെന്ന നിലപാടുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിലെത്തിയത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തുന്നത് തട്ടിപ്പിന്റെ ആഴം തിരിച്ചറിഞ്ഞ മുൻകൂർ ജാമ്യ ഹർജിയിലായിരുന്നു ED കോടതിയിൽ നിലപാട് വ്യക്തമാക്കിയത്. സമാന സ്വഭാവമുള്ള 19 കേസുകളിൽ ഇവർ പ്രതികളാണെന്ന വിവരമാണ് ED കോടതിയെ അറിയിച്ചത്. ഇതിൽ 3 കേസുകളിൽ വിചാരണ പൂർത്തിയാക്കി പ്രതികളെ കോടതി ശിക്ഷിച്ചിട്ടുമുണ്ട്. ഇതോടെ കേസിന്റെ വാദം പറയുവാൻ പ്രതിഭാഗം കൂടുതൽ സാവകാശം തേടി. കേസ് കോടതി വെള്ളിയാഴ്ച പരിഗണിക്കാനായിട്ട് മാറ്റിയിരിക്കുകയാണ്. മണി ചെയിൻ തട്ടിപ്പിന് പുറമെ 127 കോടി രൂപയുടെ നികുതി വെട്ടിച്ചതിനും GST ഇന്റലിജൻസ് വിഭാഗം ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. OTT പ്ലാറ്റ്ഫോം, ക്രിപ്റ്റോ കറൻസി തുടങ്ങിയ ബിസിനസ്സുകളിലും പണം മുടക്കി കോടികളുടെ ലാഭം നേടാമെന്ന് വ്യാമോഹിപ്പിച്ചും പ്രതികൾ 1157 കോടി രൂപയുടെ നിക്ഷേപം സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് നിഗമനം. കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പാണിതെന്നും കോടതിയിൽ ബോധിപ്പിച്ചു. ഈ സാഹചര്യത്തിൽ പ്രതികൾക്ക് മുൻകൂർ ജാമ്യം ലഭിക്കുന്നത് അന്വേഷണം അട്ടിമറിക്കാൻ വഴിയൊരുക്കും. തെളിവുകൾ നശിപ്പിക്കുവാനും തട്ടിയെടുത്ത പണം ഒളിപ്പിക്കുവാനും പ്രതികൾക്ക് സഹായകരമാകും. അന്വേഷണത്തിൽ കണ്ടെത്തിയ 212 കോടി രൂപ മാത്രമാണ് EDക്ക് മരവിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ള തുക കണ്ടെത്തി കണ്ടുകെട്ടാനുള്ള നടപടി ആരംഭിക്കണം. ഇതിനായി പ്രതികളെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്ത് തെളിവെടുക്കണം. തട്ടിയെടുത്ത കോടിക്കണക്കിന് രൂപ ഹവാല വഴി വിദേശത്തേക്ക് പ്രതികൾ കടത്തിയിട്ടുമുണ്ട്. ഇതിൽ 100 കോടി രൂപയുടെ പ്രാഥമിക വിവരം മാത്രമാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ളത്. നിലവിൽ പ്രതികൾ ഒളിവിലാണ്. രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അറിവോടെയാണ് ഇത്. ഇങ്ങനെ സഹായം കൊടുക്കുന്നവരെ കണ്ടെത്തുവാനും ED അന്വേഷണം നടത്തുന്നുണ്ട്. ഇവരെ അറസ്റ്റ് ചെയ്യാൻ NIA അടക്കമുള്ള കേന്ദ്ര ഏജൻസികളുടെ സഹായം ED തേടിയേക്കും. തൃശൂർ ആസ്ഥാനമായ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി പ്രൈവറ്റ് ലിമിറ്റഡ് 1630 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്ന് ചാർ പോലീസ് നേരത്തെ കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. എന്നാൽ 100 കോടി രൂപയുടെ ഹവാല കടത്തുമായി ബന്ധപ്പെട്ടാണ് ED ഈ കേസ് അന്വേഷിക്കുന്നത്. ഓൺലൈൻ വഴി പലചരക്ക് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വിൽക്കുന്ന കമ്പനി ഓൺലൈൻ മണി ചെയിൻ അടക്കം ആരംഭിക്കുകയും ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്ത് ജനങ്ങളിൽ നിന്നും നിക്ഷേപം വാങ്ങി തട്ടിപ്പ് നടത്തിയെന്നുമാണ് ആരോപണം. ഇതിൽ പങ്കുപറ്റിയവരിൽ പലരും രാഷ്ട്രീയക്കാരുമാണ്. ഇവരിലേക്കും അന്വേഷണം നീളും. 126 കോടി രൂപ വെട്ടിച്ചിട്ടുണ്ടെന്നാണ് സംസ്ഥാന GST വിഭാഗം കണ്ടെത്തുകയും ഉടമയായ KD പ്രതാപൻ അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു. പിന്നീട് ജാമ്യത്തിൽ പുറത്തിറങ്ങി. ഇക്കാര്യങ്ങൾ കോടതിയിൽ സമർപ്പിച്ച 12 പേജ് വരുന്ന എതിർ സത്യവാങ്മൂലത്തിൽ ED ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. അതിനിടെ ഹൈറിച്ച് തട്ടിപ്പ് കേസിൽ പ്രതികൾ ആളുകളിൽ നിന്നും സ്വീകരിച്ചത് 3141 കോടി രൂപയുടെ നിക്ഷേപമെന്നും സംസ്ഥാന സർക്കാരും വെളിപ്പെടുത്തി. അന്തർ സംസ്ഥാന പണമിടപാട് നടന്നിട്ടുള്ളതായി കണ്ടെത്തിയിട്ടുണ്ടെന്നും എന്നാൽ അന്താരാഷ്ട്ര പണമിടപാട് നടന്നതിന് തെളിവുകൾ ഇതുവരെയുള്ള അന്വേഷണത്തിൽ ലഭിച്ചിട്ടില്ല എന്നും നിയമസഭയിൽ TJ വിനോദ് MLA ചോദ്യത്തിന് മുഖ്യമന്ത്രി നൽകിയ മറുപടിയിൽ പറയുന്നുണ്ട്. ഇത് ആദ്യമാണ് ഹൈറിച്ച് ഉടമകൾ ആളുകളിൽ നിന്നും സ്വീകരിച്ച നിക്ഷേപത്തിന്റെ കണക്ക് പുറത്തു വരുന്നത്. അന്തർ സംസ്ഥാനങ്ങളിൽ നിന്നും നിക്ഷേപകരുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്നുമുള്ള ആളുകൾ നിക്ഷേപകരായിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച അന്വേഷണം തുടരുകയാണ്. കേസ് CBIക്ക് കൈമാറുന്ന സാഹചര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല എന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ 1600 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നു എന്നായിരുന്നു കണ്ടെത്തൽ. എന്നാൽ തട്ടിപ്പിന് അതിലും വലിയ വ്യാപ്തി ഉണ്ടെന്നാണ് EDയുടെ വിലയിരുത്തലും.